Excuse me. Yes. Could you please tell me, is there any more hospital in this area? Yeah. There's a hospital down on that corner. Where? The next street, Belair Hospital. Belair. Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names? What? Oh, I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian. Keralite. What? Oh, ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാൽ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? Excuse me, sister. Yes? Ask him what his problem is. I don't understand what he's saying. എന്താ problem? ഞാൻ പറയാം മോനെ. ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് CID രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. വെക്കടാ, വെടി വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച്, പിന്നെ അവിടുത്തെ വെളുപ്പന്മാര് കർമ്മന്മാര് കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയക്കാൾ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെടുത്ത് എത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ? വിശക്കുന്നില്ലേ? റൊട്ടി. എനിക്ക് വേണ്ട ഉണക്കറൊട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ എവിടെ ചോറും കറിയും? എവിടെന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയായി പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്കാൻ? സ്മഗ്ലിംഗ് പോലും. ഞാനേ CIDയാ, ഇന്ത്യൻ CID. CIDയോ? ചിരി വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു CIDയാ ഞാൻ. വേദന കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു.
ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോണ്ടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാലെന്താ? എന്റെ ഡ്യൂട്ടി പകലാ. നിങ്ങൾ രാത്രിയിലും നിൽക്കും സിസ്റ്ററെ. വെറുതെ വേണ്ട, സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരമായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്ത് എഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്ക് ഇപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടായി. അമ്പലത്തിലെ പ്രസാദ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയില്? ഉണ്ടല്ലോ. അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ 1-2 അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടായി. ഹലോ, ഗുഡ് മോർണിംഗ്. കൽപ്പിത കഥയിലെ വിജയ, എടാ ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോവാല്ലേ? എടാ പോകാമോന്ന്. നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഒന്ന് പോയേ. എടാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ. പ്ലീസ്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയുകയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഹലോ. ഞങ്ങള് തമ്മില് പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാട് എവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാനുണ്ട്, എന്നോട് പറഞ്ഞില്ലേ? അല്ല പിന്നെ കണ്ടൂടെ? സിസ്റ്റർ നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാ വരേണ്ടത്? നീ ഇങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? പോടാ. ഇവന്റെ മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള്, ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം. അവന്റെ മൂത്ത മകള് SLC തോറ്റ് നിൽക്കുക. ഓഹോ. അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ? ഒന്നുമില്ല. ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? ആ, നല്ല ഓർമ്മശക്തിയാണല്ലോ. എനിക്ക് മറ്റെന്താണ് കുട്ടി ഓർക്കാനുള്ളത്? Paul Barber? Yes. Back injury? Here. Manon? India? Yes. Are you crazy? Madam, it is something very important, Madam. Paul Barber. I don't know any barbers. Why don't you go hunt some barber shop? Get lost. അവരെന്തിനാ ചൂടായത്? എന്ത് ചെയ്യാനാ സിസ്റ്ററെ? ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി എങ്ങനെ ആയി പോയില്ലേ? മനസ്സിലായില്ല. ചിലപ്പോ വെടി, ചിലപ്പോ ഇടി. 24 മണിക്കൂറും ഡ്യൂട്ടി. സിസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മുതുകിന് താഴെ ഒരു മുറിവുമായി ആഴ്ചകൾക്ക് മുൻപ് ഒരു മലയാളി ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ കാര്യം? സിസ്റ്റർ രഹസ്യങ്ങൾ പുറത്തുവിടുന്ന ടൈപ്പ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നതെന്ന് ഓർക്കണം. അയ്യോ, അത്രയും വലിയ രഹസ്യമൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. താങ്ങണം, താങ്ങേ പറ്റൂ. കാരണം സിസ്റ്ററുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു CID-യാണ്. CID രാംദാസ്. അപ്പോ ഇന്ത്യയിലുള്ള CID-യുടെ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണോ? കൂട്ടത്തോടെയോ? അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞത് പുള്ളിയും CID-ആണെന്നാ. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? എന്താ, നുണയാണോ? അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും. കേക്കാം. എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. വേണ്ട സിസ്റ്റർ, അവൻ സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവൻ എന്റെ ഒരു ഫ്രണ്ട് അല്ലേ? കേസ് അന്വേഷണത്തിന്
ഡിപ്പാർട്ട്മെന്റ് എന്നെ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഉള്ളത് പറയണമല്ലോ, അവനും അവിടെ ചെറിയൊരു ജോലിക്കാരനാണ്. ഞാൻ അമേരിക്കയിൽ വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ അവൻ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചില്ലറ സഹായത്തിനൊക്കെ ആയിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് ശരി. പക്ഷേ അവൻ ഇവിടെ കിടപ്പിലായതോടുകൂടി എന്റെ കഞ്ഞുകൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്ത് പറ്റി? ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായി. കുറ്റം പറയരുതല്ലോ. ചോറാകട്ടെ, കറിയാകട്ടെ, അല്ലെങ്കിൽ കഞ്ഞിയാകട്ടെ, പയറാകട്ടെ, അവൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല. അതാ ഇപ്പൊ കുടുങ്ങിയത്. ഭക്ഷണം ഉണ്ടാക്കാനും സഹായത്തിനൊക്കെ ആയിരുന്നെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ആരുടെ ഭാര്യ? വല്ലവരുടെയും ഭാര്യമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഭാര്യയോ? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ഐ ആം എ ബാച്ചിലർ. ചുമ്മാ. അയ്യോ, സത്യമായിട്ട് ഞാൻ ബാച്ചിലറാണ്. അപ്പോ SSLCക്ക് പഠിക്കുന്ന ഒരു മകളില്ലേ നിങ്ങൾക്ക്? സിസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാ. എന്താ മകളുടെ പേര്? മകളുടെ പേര് വിശാലാക്ഷി, ഭാര്യയുടെ പേര് കമലാക്ഷി. മണ്ടം കേട്ട ആ മൂഷികൻ സിസ്റ്ററിനോട് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു? ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. സത്യമായിട്ടും സിസ്റ്ററെ ഞാൻ കെട്ടിയിട്ടില്ല. 1960 ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കൂട്ടിക്കൊള്ളൂ. ഐ ആം ബികോം ഫസ്റ്റ് ക്ലാസ്, യു നോ, ആൻഡ് ഹി ഈസ് ഓൺലി പ്രീ ഡിഗ്രി. പിന്നെ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? അത് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ എവിടാ താമസിക്കുന്നത്? എന്റെ പേര് സേതുലക്ഷ്മി എന്നാ. ഈ സേതുലക്ഷ്മി എന്ന് പേരുള്ളവര് അവരുടെ താമസ സ്ഥലം പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, സിസ്റ്റർ സിസ്റ്റർ എന്നുള്ള ഈ വിളി കുറയ്ക്കാന്ന് പറയായിരുന്നു. ഓ, അങ്ങനെ. അപ്പോ സേതുലക്ഷ്മി കുട്ടി അല്ലേ? ഗോപി എന്നാ ചെക്ക് ഗോപി വരച്ചോ. 2 മുഴം കയർ കിട്ടുമോ നോക്ക്. കയറെന്തിന്? തൂങ്ങിച്ചാവാൻ. വിഷം മേടിക്കാൻ കാശില്ലല്ലോ. എടേ, എന്റെ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഫ്രീസ് ചെയ്യാനോ? ആര്? നമ്മൾ കാരണമാണ് തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഓണർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക. ഇനിയിപ്പോ കേസ് വിധിയാവുന്നവരെ നമുക്ക് കാശെടുക്കാനൊക്കെയല്ല. നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിയെങ്കിൽ നമ്മുടെ കാശ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനെ, അപ്പോ ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്തു. ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റായി മാറുന്നത്. ഇനി എത്ര തെണ്ടിയാലാണ് ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണി കിട്ടുന്നവരെ നമ്മുടെ ജീവനെ പൊക്കിപ്പിടിച്ച് നിർത്താൻ എന്താണ് ഒരു വഴി? നേരായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നിനക്കറിയാലോ, ഈ രാജ്യം വളരെ വളരെ സമ്പന്നമാണ്. അതിന് എന്നാൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ക്രിമിനൽസിന് കുറെ കൂടി സംരക്ഷണം ഉണ്ടടാ. നീ പറയുന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എടാ, പിടിച്ചു പറയും മോഷണമല്ലാതെ വേറെ മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അതേടാ, ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ കൗണ്ടർ. സുരേന്ദ്ര, എന്നാൽ ഈ വീട് കണ്ടുപിടിച്ചത് അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഇതുവഴി വന്നപ്പോ എന്താ ഇത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. ഓ, അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല. പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ? അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് എതിരൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാണട്ടെ. ഹായ്. ഇന്ന് ലീവാ. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, കൊള്ളാം. അപ്പൊ ഞാൻ
അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. പായസം വളരെ നന്നായിട്ടുണ്ട്. സോ സ്വീറ്റ്. പോട്ടെ. ശരി. പോട്ടെ. ആ. അവനെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേക്ക് ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നും അല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല? അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. മിസ്റ്റർ മിസ്റ്ററോ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. Now listen. Number 1, നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം. ഒറ്റ വേടിക്ക് രണ്ടെണ്ണവും ചാകണം. നടന്നു തന്നെ. നമ്പർ 2, നിങ്ങളുടെ കാറിൽ നിങ്ങൾ എന്നെ അവന്മാരുടെ വീട്ടിലെത്തിക്കണം. പൊന്നു കുട്ടികളെ, ജീവിതം താറുമാറായിരിക്കുക. അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി. അതാ ഇവിടുത്തെ നിയമം. ലൈസൻസ് എടുക്കാതെ തന്നെ പണി പറ്റിക്കാമെന്നും വെച്ചോളൂ. പക്ഷെ നമ്പർ 1 നടക്കണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപ എങ്കിലും കൈ വേണം. അയ്യോ, അതിനിപ്പോ രൂപ എവിടുന്ന? അപ്പൊ നമ്പർ 1 പൊളിഞ്ഞു, തോക്കില്ല. ഇനി അടുത്തത് പറ. ആ വായിക്കാത്ത 1-2 സ്വർണ്ണപ്പല്ലുണ്ട്. അരപ്പവനോളം വരും. വിൽക്കാം. വല്ലതും നടക്കുവോ? അരപ്പവനുണ്ടെങ്കിൽ 2 ഏറ് അടക്കം വാങ്ങിക്കാം. അരപ്പവനുണ്ടല്ലോ. എങ്കിൽ വല്ല ഗ്രനേഡോ കൈബോംബോ കിട്ടുമെന്നോ? അത് മതി. എന്നാ പല്ലിളക്കി കൈ വെച്ചിട്ട് കൂടെ വാ. ഞാൻ നമുക്ക് അണ്ടർവേഡിലും തപ്പാം. എങ്കിൽ ആ പല്ലടിച്ച് ഇളക്കാമെന്ന്. പിന്നെ അവിടെ ഞാൻ ഇളക്കിക്കോളാം. വാ. വിജയനോ? നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ ഏത് കേസ്? ഏത് കേസെന്നോ? നേരം വെളുത്തപ്പോ മുതല് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്ന് എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം ഇവിടം വരെയായി? പുരോഗമിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്തു പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറിക്കഴിച്ചോ? ഏയ് പറ, എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം അങ്ങനെയാണ്. ഇന്നൊരു സുദിനമാണ്.